ദേ ഇതാണ് മലയണ്ണാൻ. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് വന്നപ്പോൾ എടുത്തതാണ്. അണ്ണാൻ്റെ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിപ്പമുള്ളതും സൗന്ദര്യം ഉള്ളതുമായ ഒരു ജീവിയാണ് ഇത്. പണ്ട് കാലങ്ങളിൽ മലയണ്ണാൻ വനത്തിനുള്ളിലാണ് ജീവിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കാണുവാൻ സാധിക്കും. തെങ്ങ്, പ്ലാവ്, മാവ് എന്നിവയിലുണ്ടാവുന്ന വിളകൾ നശിപ്പിക്കുകയും കർഷകർക്ക് വൻ സാമ്പത്തിക കടബാധ്യത ആയി തീർക്കുകയും ചെയ്യുന്നുണ്ട് ഇവയുടെ കടന്നുകയറ്റം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തേങ്ങയ്ക്ക് പൊന്നും വിലയുണ്ടായിട്ടും തെങ്ങിൽ തേങ്ങ സുലഭമായി ഉണ്ടായിട്ടും ഇവയുടെയൊന്നും ഗുണം നമ്മുടെ കർഷകർക്ക് ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. മലയോര മേഖലയിലെ നാളികേര കർഷകർ പറയുന്നത് തേങ്ങ മുഴുവൻ മലയണ്ണാൻ തുരന്നു ഭക്ഷിക്കുന്നതാണ് അവർക്ക് തലവേദനയായിരിക്കുന്നത്. നമ്മളുടെ മലയോര മേഖലകളിൽ കുറേ നാളുകളായി തമ്പടിച്ച മലയണ്ണാന് മനുഷ്യരെ പേടിയേയില്ല. നേരത്തെ കാട്ടുപന്നികളുടെ ശല്യമായിരുന്നു എങ്കിൽ ഇപ്പോൾ മലയണ്ണാന്മാരുടെ ശല്യമാണ് കർഷകർക്ക് പേടി സ്വപ്നമായിരിക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ആയതിനാൽ മലയണ്ണാനെ കൊല്ലുവാനും സാധിക്കുകയില്ല. അതിനാൽ അധികാരികൾ ഇടപെട്ട ഇവയുടെ ശല്യം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഏകദേശം 3 അടിയോളം നീളമുള്ള മലയണ്ണാന്റെ ശരീരത്തിന്റെ 1.5 അടിയോളം രോമാവൃതമായ വാലാണ്. 20 വർഷത്തോളമാണ് മലയണ്ണാന്റെ ശരാശരി ആയുസ്. മലയണ്ണാനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മനോഹര ജീവി തന്നെയാണ്. കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്ത വിധം കൗതുകം ജനിപ്പിക്കുന്ന രൂപഭാവങ്ങളാണ്